Hello friends, welcome to the video. It's me Akhil Sadish and welcome to Akhil Sadish World. കീം എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഒരുപാട് പേർ കമന്റ് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കോടതി നമ്മൾ പോകാൻ സാധ്യതയുണ്ടോ, പ്രത്യേകിച്ച് CBSE വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷകർത്താക്കൾ, അതുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസ് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു സ്റ്റേയോ എന്തെങ്കിലും ഇപ്പോൾ പ്രഖ്യാപിച്ച റാങ്ക് ലിസ്റ്റിനും ഇപ്പോൾ വന്ന ബാക്കി കാര്യങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ്. കാരണം ഇനിയും നീണ്ടുപോയി കഴിഞ്ഞാൽ അത് ബാധിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ പരീക്ഷ എഴുതിയ കേരളത്തിലെ 50,000-ഓളം വരുന്ന ഈ എഞ്ചിനീയറിംഗ് ആസ്പിറന്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഫാർമസി, ആർക്കിടെക്ചർ, അവരെ തന്നെയാണ്, ആ വിദ്യാർത്ഥികളെ തന്നെയാണ്. അവരുടെ ക്ലാസ്സുകൾ നീണ്ടുപോകും. നിങ്ങൾക്കറിയാം, ബാക്കി എല്ലാ ക്ലാസ്സുകളും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം, ഹിന്ദു ന്യൂസ് റിപ്പോർട്ട് പ്രകാരം നിങ്ങളുടെ സ്ക്രീൻഷോട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്: ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് ഇൻ കീം സ്റ്റാൻഡർഡൈസേഷൻ സ്പാർക്സ് പ്രൊട്ടസ്റ്റ്. അപ്പോൾ ആ ഒരു വാർത്തയിൽ പ്രധാനമായിട്ടും പറയുന്നത്, എൻ്റെ ഡേറ്റ് കൂടി ഞാൻ പറയുകയാണ്, ജൂലൈ 2-ാം തീയതി, അതായത് ഇന്നലെ 9:05 അത് ഇത്തരത്തിൽ അപ്ഡേറ്റ് ആയത്. എനിക്ക് തോന്നുന്നു ഇന്ന് ചില പത്രത്തിലും ഏതോ 2-3 വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ആ പത്രക്കട്ടയും കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. സോ ഹിന്ദുവിന്റെ ഓൺലൈൻ പേജിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇത്. മറ്റൊന്നുമല്ല, കീം 2025 ഈ സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുല ഒരുപാട് വിദ്യാർത്ഥികളെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്തു എന്നും അതിനെതിരെ പ്രതിഷേധം ഉണ്ടാകുന്നു എന്നതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ, ഇതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നൊരു വാർത്തയാണ്. ആ വാർത്താ റിപ്പോർട്ടിലേക്ക് തന്നെ പോവാം. ഇങ്ങനെയാണ്: ദ അൺഎയ്ഡഡ് സ്കൂൾസ് പ്രൊട്ടക്ഷൻ കൗൺസിൽ, an umbrella body of private schools, has moved the High Court against the new standardization method. അപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ്. ആ ഒരു സംഘടനയുടെ പേര് ദ അൺഎയ്ഡഡ് സ്കൂൾസ് പ്രൊട്ടക്ഷൻ കൗൺസിൽ, USPC. അതായത് ഇത്തരത്തിലുള്ള അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടന ആണ്. അപ്പോൾ ഇതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ മലപ്പുറം USPCയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജൗഹറം പറഞ്ഞൊരു വാചകമാണ്. ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിസ്ക്രിമിനേറ്ററി ആൻഡ് ഇല്ലോജിക്കൽ. Taking the subject toppers mark as a benchmark for standardization is unfair. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു വെയിറ്റേജ് ഫോർമുല, ടോപ്പ് മേടിച്ച ഓരോ ബോർഡിലെയും ടോപ്പ് മേടിച്ച വിദ്യാർത്ഥികളുടെ മാർക്ക് ഇത്തരത്തിൽ മാനദണ്ഡമാക്കി എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഒരുപാട് സ്റ്റുഡൻസിനെ ഈ മെത്തഡോളജിക്ക് എതിരെ രംഗത്ത് വന്നിരുന്നു. അതിൽ ഇവർ എടുത്തു പറയുന്നുണ്ട് T. ഫിദ ഫ്രം ചാത്തമംഗലം, കോഴിക്കോട്, ആൻഡ് ദേവനാരായണൻ ഫ്രം പോനാട്, ആലപ്പുഴ ആർ എമോങ് ദം. സോ ഇത്തരത്തിലുള്ള സ്റ്റുഡൻസും അഫക്റ്റായി ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൂടിയാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇത് എങ്ങനെ അഫക്റ്റ് ചെയ്യും, ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്, സ്റ്റേ വരുമോ, അങ്ങനെയൊന്നും ഇപ്പോൾ എനിക്ക് അറിയില്ല സത്യത്തിൽ. അതുകൊണ്ട് തന്നെ പറയാൻ ആളുമല്ല. പക്ഷേ ഈ ഒരു വാർത്ത വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ ഒരു കൗൺസിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുലക്കെതിരെയും പുതുതായിട്ട് വന്ന റാങ്ക് ലിസ്റ്റ്, അതുകൊണ്ട് തന്നെ അത്രത്തോളം പല വിദ്യാർത്ഥികൾക്കും അൺഫെയർ ആണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നൊരു വാർത്ത ഹിന്ദു ന്യൂസ് പേപ്പർ. നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വേണമെന്നുള്ളവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചോദിച്ചാൽ മതി, തീർച്ചയായിട്ടും തരാം. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും തീർച്ചയായിട്ടും. അതോടൊപ്പം അവർ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ അജ്മൽ സാർ ഉണ്ടല്ലോ, അജ്മൽ അൺലൈൻ, അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളും അദ്ദേഹവും ഇത്തരത്തിൽ ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുലക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആളെ ഇതിൽ ചേർക്കുന്നത് ആർ ബിന്ദു, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പരാതിയുമായിട്ട് പോയിരുന്നു. അത് പറയുന്നത് ദേവനാരായണൻ ഇൻ എ കംപ്ലൈന്റ് ടു ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആർ ബിന്ദു കോട്ടിംഗ് സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ്. അപ്പൊ സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് ഇങ്ങനെയാണ്: ദ ഗവൺമെന്റ് ഡിസിഷൻ ഹാസ് ഇവോക്ഡ് widespread criticism for changing the rules in the eve of announcing of the results. So the rules of games cannot be changed after the game has finished എന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ കീം പ്രോസ്പെക്ടസിൽ തന്നെ പറയുന്നുണ്ട് ഗവൺമെന്റിന് ഏത് തരത്തിലുള്ള മാറ്റങ്ങളും നെസസറി ആണെങ്കിൽ വരുത്താമെന്ന്. പക്ഷേ ഇവിടെ പറയുന്ന വളരെ വാലിഡ് ആയ ഒരു പോയിന്റ്, റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസം ഇത്തരത്തിൽ ഗെയിം ചേഞ്ച് ചെയ്യുന്നത് അൺഫെയർ ആണ് എന്നത് തന്നെയാണ്. അപ്പൊ അതുകൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നതിനിടയ്ക്കാണ് ഇത്തരം ഒരു റിപ്പോർട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചാൽ ലിങ്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വായിച്ചു നോക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും കീമുമായി ബന്ധപ്പെട്ട മറ്റ് ഫാർമസി, എഞ്ചിനീയറിംഗ്, നാറ്റ തുടങ്ങിയ അപ്ഡേറ്റുകളും ഞങ്ങളുടെ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.